രാം നാരായൺ രാം പാണ്ഡിച്ചേരിയിൽ നിന്നും വന്ന ഒരു ബ്രിട്ടീഷ് ബ്രഹ്മചാരിയെ ശ്രീ താക്കൂർ തകർന്നു പോകുന്ന ഇംഗ്ലീഷിൽ മറുപടി നൽകി. ഒരു വിപ്ലവം ആവശ്യമാണ്, ജ്ഞാന വിപ്ലവം. നിലവിലെ സ്ഥിതിവിവരത്തിൽ നമുക്ക് നേതാവ് ഇല്ല. ഈ രാഷ്ട്രീയ നേതാക്കളിൽ ആശ്രയിക്കാതെ രാഷ്ട്രീയ ദൃഷ്ടികോണത്തിൽ ചിന്തിക്കുന്ന ഒരു ആധ്യാത്മിക വ്യക്തിയെ ആശ്രയിക്കണം. അങ്ങനെ ചെയ്യാതെ ശാന്തി വരാനാവില്ല. ആധ്യാത്മിക മനുഷ്യർ സ്വർഗത്തിൽ നിന്നുള്ളവരല്ല, അവർ മനുഷ്യന്മാരാണ്. മാംസം, രക്തം, ഭൗതിക ശരീരമുള്ളവർ. മതസമുദായങ്ങളും രാഷ്ട്രീയ സംഘടനകളെപ്പോലെ തന്നെ രാഷ്ട്രീയ ബോധം ആധ്യാത്മികതയിൽ നിന്ന് വേറിട്ടതല്ല. ഏത് ബോധവുമാണ്, എന്നാൽ അത് തന്നെ ആത്മാമതം ആണ്. അതേ ധർമ്മവും നല്ല ഉദ്ദേശ്യവുമാണ്. നല്ല പ്രവർത്തനം ചെയ്യുന്ന, നല്ല ഉപദേശം നൽകുന്ന ഏത് വ്യക്തിയും ആധ്യാത്മിക പ്രവർത്തനം ചെയ്യുന്നവരാണ്. അവർ ഇത് മനസ്സിലാക്കുകയോ അല്ലാതെയോ ആയിരിക്കാം, പക്ഷേ അവർ ആധ്യാത്മിക പ്രവർത്തനം നടത്തുന്നവരാണ്. അവർ മറക്കുന്നു, സമുദ്രത്തോടൊപ്പം എല്ലാവർക്കും ബന്ധമുണ്ട്. നമ്മൾ ഇത് മറന്നാൽ മാത്രമേ തെറ്റുകൾ സംഭവിക്കൂ. അപ്പോൾ സംഘപരിവാർ സ്വാർത്ഥത കാണപ്പെടും. അതിനാൽ ആധ്യാത്മിക കടമയും നമ്മുടെ കടമയും ഹൈക്കോടതി പോലെയാണ്. ഹൈക്കോടതി താഴ്ന്ന അറ്റോർണി കോടതിയിൽ നിന്നും ഏതൊരു കേസും എടുത്തുകൊള്ളാൻ കഴിയും. ആധ്യാത്മിക നീതി ബലപ്രയോഗത്തോടെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കൈകാര്യം ചെയ്യാം. ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം താഴ്ന്ന അറ്റോർണി കോടതിയെയാണ് പോലെ. അവിടെ നീതിയും അനീതിയും ഉണ്ടാകും. അപ്പോൾ ഹൈക്കോടതി അത് കൈക്കൊള്ളും. ഇപ്പോഴത്തെ സ്ഥിതിവിവരവും അതുപോലെയാണ്. അവരുടെ കളളക്കളിയാൽ നാം പീഡിതരായിരിക്കുന്നു. അത്തരത്തിൽ ആധ്യാത്മിക ശിക്ഷയോ നീതിയോ ഈ കഴിവുപയോഗിച്ച് ബലപ്രയോഗത്താൽ അത് കൈകാര്യം ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ നിയമിച്ച് അവരെ മാർഗനിർദ്ദേശമാകും.